നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്ത് വരികയാണ്. അതിൻ്റെ ആവേശമൊക്കെ ഇങ്ങനെ പതിയെ ആയി വരുന്നുണ്ട്. ഇല്ല എന്നൊക്കെ ആര് പറഞ്ഞാലും നമുക്കങ്ങനെ ഇല്ലാതാക്കി വിടാൻ പറ്റുമോ? റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റ് എന്ന നമ്മുടെ ചാനൽ അതിനു വേണ്ടി മാത്രമായിട്ട് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. റോഡ് ടു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ വീഡിയോ 8-10 വീഡിയോ ആയി ആ സീരീസിൽ. സുഹൃത്തുക്കളുടെ സപ്പോർട്ടാണ് നമുക്ക് പിന്തുണ. ആ ചാനലൊന്ന് കയറി നോക്കുക. അതിൽ നമ്മൾ ടീമുകളുടെ വിശകലനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. ഏതായാലും 2026 വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ ആര് നേടും? മികച്ച താരത്തിനാണല്ലോ ഗോൾഡൻ ബോൾ കിട്ടുക. വമ്പൻ താരങ്ങൾ നേടിയിട്ടുള്ള ഗോൾഡൻ ബോൾ. ലിയോ മെസ്സി 2 തവണ നേടിയിട്ടുള്ള ഗോൾഡൻ ബോൾ. ഡിയേഗോ മറഡോണയും സിനദിൻ സിദാനും അതുപോലെ റൊണാൾഡോ നസാരിയോയും പോലുള്ളവരൊക്കെ വാങ്ങിയിട്ടുള്ള ഗോൾഡൻ ബോൾ ഇത്തവണ ആര് നേടും? ആ ഒരു പ്രഡിക്ഷനാണ് നമ്മൾ നോക്കുന്നത്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബെറ്റിംഗ് ഓഡ്സ് ഒക്കെ വെച്ച് goal.com തയ്യാറാക്കിയിട്ടുള്ളൊരു ലിസ്റ്റാണ്. അപ്പോൾ അതിൽ ഏറ്റവും അധികം ഇത്തവണ സാധ്യത കൽപ്പിക്കപ്പെടുന്നയാൾ മറ്റാരുമല്ല, അത് ഹാരി കെയ്നാണ്. ഹാരി കെയ്ൻ ഗോൾഡൻ ബൂട്ടാണെങ്കിൽ നോക്കാമെന്നല്ലാതെ ഗോൾഡൻ ബോൾ കിട്ടുമോ എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഇംഗ്ലണ്ട് ടീമിൻ്റെ ഒരു ഘടന വെച്ച് അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ടീമിൻ്റെ ടാലിസ്മാനാണ്, ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനാണ്, റെക്കോർഡ് ഗോൾ സ്കോററാണ്. അദ്ദേഹമായിരിക്കും അവരുടെ ടീമിൻ്റെ ഫോക്കൽ പോയിൻ്റ്. അദ്ദേഹത്തെ മുൻനിർത്തി തന്നെയായിരിക്കും അവരുടെ തന്ത്രങ്ങളൊക്കെ മെനയാൻ പോകുന്നത്. അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിക്കുക എന്ന രൂപത്തിലായിരിക്കും. സോ ഇപ്പം മിന്നും ഫോമിലാണ് അദ്ദേഹം ബയൺ മ്യൂണിക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ തോമസ് ടൂഷൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ടീം ഇറക്കുക. ഇത്തവണ ബാലൻഡിയോർ ഫേവറേറ്റായിട്ടും അദ്ദേഹത്തെ പലരും കണക്കാക്കുന്നുണ്ട്. സോ ഇത്തവണ ഗോൾഡൻ ബോൾ അദ്ദേഹം നേടിയേക്കും എന്നാണ് പലരും പ്രത്യാശിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ റാങ്കിങ്ങിൽ 1ാമത് വരുന്നത്. 2ാമത് ലാമിനെ യമാൽ. നിങ്ങൾക്കറിയാലോ, 2024 യൂറോ കപ്പിൽ മികച്ച പ്രകടനം അവൻ നടത്തി. അന്ന് ഗോൾഡൻ ബോൾ അവൻ അർഹിച്ചതാണ്. പക്ഷെ അത് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതൊക്കെ നമ്മൾ നേരത്തെ വിലയിരുത്തിയതാണ്. അതിൻ്റെ കാരണം എന്താണ്, എങ്ങനെ അത് പോയി എന്നൊക്കെ. ഏതായാലും ഇത്തവണ അവൻ വേൾഡ് കപ്പിന് വരുമ്പോൾ എമർജിങ് പ്ലെയർ എന്ന് പറഞ്ഞ് ഒതുക്കാതെ അവൻ്റെ മികവ് കൊണ്ട് ഗോൾഡൻ ബോൾ തന്നെ സ്വന്തമാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ അവനെ അലട്ടിയിട്ടുണ്ട്, വലച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അവൻ പൂർണ്ണ മികവിലേക്കെത്തും, ഫിറ്റാകുമെന്ന് തന്നെ കരുതുന്നു. സോ അവനാണ് 2ാമത് ഈ ഒരു പ്രഡിക്ഷനിൽ വരുന്നത്, റാങ്കിങ്ങിൽ 2ാമത്. 3ാമത് കിലിയൻ എംബാപ്പെ. കഴിഞ്ഞ തവണ മിന്നും പ്രകടനം നടത്തി, ഫൈനലിൽ ഹാട്രിക് ഒക്കെ നേടി. എന്നിട്ടും പക്ഷേ ഗോൾഡൻ ബോൾ കിട്ടിയില്ല, ഗോൾഡൻ ബൂട്ട് നേടിയിരുന്നു. ഇത്തവണ അദ്ദേഹം വരുന്നത് വലിയ പ്രതീക്ഷയോട് കൂടിയാണ്. 2018 ചൂടിയ കിരീടം ഒരിക്കൽ കൂടി ചൂടാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഫ്രഞ്ച് ടീമിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള പ്രകടനം വരികയും ചെയ്താൽ ഗോൾഡൻ ബോൾ അദ്ദേഹം സ്വന്തമാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ലിസ്റ്റിൽ 3ാമത് കിലിയൻ എംബാപ്പെ വരുന്നു. 4ാമത് കിലിയൻ എംബാപ്പയുടെ സഹതാരം തന്നെയാണ്, അതായത് ഫ്രാൻസിൻ്റെ സൂപ്പർ താരം മൈക്കൽ ഒലീസേ. ബയൺ മ്യൂണിക്കിൽ എന്തൊരു കളിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒസ്മാൻ ഡംബലയും അദ്ദേഹവും ഒക്കെ ചേർന്ന ടീം കിടിലനാണ്. അദ്ദേഹം ഇപ്പോൾ 15 ഗോളുകളും 19 അസിസ്റ്റുകളുമാണ് ബൂണ്ടസ് ലീഗിൽ രജിസ്റ്റർ ചെയ്തത്. അതുപോലുള്ളൊരു പ്രകടനം വേൾഡ് കപ്പിലും തുടർന്നാൽ ഗോൾഡൻ ബോൾ ഒലീസെ കൊണ്ടുപോയാൽ അത്ഭുതപ്പെടാനില്ല. 5ാമത് ലയണൽ മെസ്സിയാണ്, കഴിഞ്ഞ തവണത്തെ ഗോൾഡൻ ബോൾ വിന്നർ. 2 തവണ ഗോൾഡൻ ബോൾ നേടിയെന്ന അപൂർവമായിട്ടുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള ഒരാൾ. 2026 വേൾഡ് കപ്പിന് എത്തുമ്പോഴും അദ്ദേഹം തന്നെയാണ് അർജൻറ്റീനയുടെ സുപ്രധാനമായിട്ടുള്ള താരം എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഏതായാലും ഇപ്പോഴും മിന്നും ഫോമിലാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. MLS ഇപ്പോൾ ഈ സീസണിൽ അദ്ദേഹം 11 ഗോളുകളാണ് 12 MLS മാച്ചുകളിൽ നിന്ന് നേടിയിട്ടുള്ള. സ്റ്റിൽ അദ്ദേഹം മിന്നും ഫോമിൽ തുടരുകയും ചെയ്യുന്നു. സോ ഗോൾഡൻ ബോളിന് നല്ല സാധ്യത വേൾഡ് കപ്പിൽ മികവ് അദ്ദേഹം പുറത്തെടുത്താൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 6ാമതാണ് വിനി ജൂനിയർ വരുന്നത്. വിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം എവിടെയോ ആ ടച്ച് പോയോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ വേൾഡ് കപ്പിന് ബ്രസീൽ ടീമിൽ കളിക്കുമ്പോൾ, ബ്രസീൽ ടീമിലാണ് അദ്ദേഹത്തിന് ടച്ച് പലപ്പോഴും പോകാറ്. പക്ഷേ ആഞ്ചലോട്ടിയാണ് ഇത്തവണ കോച്ച് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റും. ഗോൾഡൻ ബോളിലേക്ക് വരെ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതാണ് ടോപ്പ് 6 ലിസ്റ്റിൽ വരുന്നവർ. ഇനി അല്ലാതെ സാധ്യതകളുള്ള വാല്യൂ പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒന്ന് റാഫിഞ്ഞ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ബാഴ്സലോണയിൽ മികച്ച പ്രകടനം, എന്നാൽ അതേ മികവ് ബ്രസീലിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്.
അതേ മികവ് അദ്ദേഹം ഇത്തവണ കാണിക്കണം വേൾഡ് കപ്പിൽ. അതാണ് ബ്രസീൽ ടീമിന് വേണ്ടത്. അതിന് സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. സോ റാഫീഞ്ഞ, അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, പോർച്ചുഗലിൻ്റെ ബ്രൂണോ ഫെർണാണ്ടസ് വാല്യൂ പിക്കിൽ വരുന്ന ആളാണ്. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൊക്കെ നടത്തിയിട്ടുള്ള മികവുറ്റ പ്രകടനം നമ്മൾ ഈ സീസണിൽ ഉടനീളം കണ്ടല്ലോ. അത് അതേപോലെ പോർച്ചുഗീസ് ജേഴ്സിയിലും ആവർത്തിച്ചാൽ അവർക്ക് കിരീടത്തിനുള്ള സാധ്യതയൊന്നും ആരും തള്ളിക്കളയേണ്ടതില്ല. ഏതായാലും അദ്ദേഹം ഇത്തവണത്തെ ഗോൾഡൻ ബോൾ കണ്ടൻഡറാണ്. സാദിയോ മാനെ ആഫ്കോണിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. ആഫ്കോൺ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അദ്ദേഹം ഈ വർഷം നേടിയിട്ടുണ്ടായിരുന്നു. മികച്ച പ്രകടനം അൽ നസറിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. സെനഗലിൻ്റെ ടീമിൽ അദ്ദേഹത്തിന് വലിയ സാധ്യതയുമുണ്ട്. പക്ഷേ ഗോൾഡൻ ബോളൊക്കെ നേടുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഗോൾഡൻ ബോൾ കണ്ടൻറ്റേഴ്സായിട്ട് കണക്കാക്കുന്ന താരങ്ങൾ. കൂടുതൽ സാധ്യത കാണുന്നത് ഹാരി കെയ്ന്, ലാമിനെ യമാൽ, കിലിയൻ എംബാപ്പെ, മൈക്കൽ ഒലീസെ, ലയണൽ മെസ്സി, വിനി ജൂനിയർ എന്നിവർക്കാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.